ഫസ്റ്റ് ഓൺ റിപ്പോർട്ട്. ആലപ്പുഴയിലും ഭീഷണിയായി ദേശീയപാത സംരക്ഷണ ഭിത്തി. വലിയ കലവൂരിലാണ് ആശങ്കയായി സംരക്ഷണ ഭിത്തി പുറത്തേക്ക് തള്ളി നിൽക്കുന്നത്. നിർമ്മാണത്തിലെ അപാകതയെന്ന് പ്രദേശവാസികൾ ആരോപിക്കുന്നു. അതിനിടെ ദേശീയപാത നിർമ്മാണത്തിന് ചെളി കലർന്ന മണൽ ഉപയോഗിച്ചതിൽ ആലപ്പുഴ ജില്ലാ കളക്ടർ അന്വേഷണത്തിന് ഉത്തരവിട്ടു. പാതിരപ്പള്ളി മുതൽ ചേർത്തല വരെയുള്ള ഭാഗത്ത് സാങ്കേതിക വിദഗ്ധരടങ്ങിയ സംഘം പരിശോധന നടത്തും. ശരത്തുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ശരത്ത്, പലയിടങ്ങളിലും ചെറിയ ആശങ്കകളുണ്ട്. വലിയ ഉയരപ്പാതകൾ കാണുമ്പോൾ മനസ്സിലൊരു നെഞ്ചിടിപ്പാണ്. ദേശീയ കലവൂരിൽ സംരക്ഷണ ഭിത്തിക്ക് ചെറിയ ടെൻഷൻ ഉണ്ടെന്ന് തോന്നുന്നു. ഗഡർ തകർന്നത് നമ്മൾ കണ്ടതാണ്. ഞെട്ടിക്കുന്ന സംഭവമായി പോയി. ഒരു തരത്തിലുള്ള സുരക്ഷാ മുൻകരുതലും ആ ഘട്ടത്തിൽ അവിടെ ഉണ്ടായിരുന്നില്ല. എന്താണ് ഇവിടെ നിർമ്മാണത്തിലൊരു അപാകത നാട്ടുകാർ ആരോപിക്കുന്നുണ്ടോ ഈ വലിയ കലവൂർ ഭാഗത്ത്? ശരത്, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് ഡോക്ടർ അരുൺകുമാർ. അതായത് കൊല്ലം കൊട്ടിയെത്തുമ്പോൾ അതേപോലെ തന്നെ പൂരിയാടുമൊക്കത്തിന് ഒരു അപകടം ഉണ്ടായപ്പോഴാണ് നമ്മൾ അതിനെക്കുറിച്ച് അറിയുന്നത്. പക്ഷേ ആലപ്പുഴ വലിയ കലവൂരിലെ അവസ്ഥ അപകടത്തിന് മുൻപ് തന്നെ അതിന്റെ വ്യാപ്തി വ്യക്തമാക്കുന്നതാണ്. അതായത് ഇതാണ് ദേശീയപാതയുടെ സംരക്ഷണ ഭിത്തി എന്ന് പറയുന്നത്. ഈ അടിപ്പാതയ്ക്ക് ചേർന്നുള്ള സംരക്ഷണ ഭിത്തിയാണിത്. ഇത് ഇത്തരത്തിൽ തള്ളി പുറത്തേക്ക് നിൽക്കുകയാണ്. ഇതിന്റെ കൃത്യമായി നമുക്ക് ഒരുപക്ഷെ ക്യാമറയിൽ എത്രത്തോളം വ്യക്തമാണെന്ന് അറിയത്തില്ല. ഇതൊരു കർവ് പോലെ, അതായത് ഒരു വളവാണ് ഇതിങ്ങനെ. അതായത് ഇതിന്റെ നടുഭാഗം പുറത്തേക്ക് തള്ളി നിൽക്കുന്നു, മേൽഭാഗം നേരത്തെ ഉറപ്പിച്ച് അതേ സ്ഥലത്ത് നിൽക്കുകയാണ്. അങ്ങനെ ഇത് തള്ളി നിൽക്കുന്നത് തീർച്ചയായും ഈ കൊല്ലം കൊട്ടിയത്തുണ്ടായ അപകടത്തെ സമാനമായ രീതിയിൽ ആലപ്പുഴയിലും അപകടത്തെ വിളിച്ചു വീഴ്ത്തുന്ന രീതിയിൽ തന്നെയാണ് നിലവിൽ ഈ ഭാഗം, ഈ സംരക്ഷണ ഭിത്തി നിൽക്കുന്നത്. നമുക്ക് ഇവിടെ തന്നെ കണ്ടാൽ മനസ്സിലാക്കാൻ സാധിക്കും. ഇത് ഈ ഇളകിപ്പോയത്, അതായത് ഇവിടെ ഉറപ്പിച്ച കോൺക്രീറ്റ് പാളിയാണ് ഇത് ഇളകിപ്പോയത് ഉൾപ്പെടെ ഇവിടെ നിന്ന് വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കും. അങ്ങനെ ഈ ചുമരിനോട് അല്ലെങ്കിൽ ഈ ഭിത്തിയോട് ചേർന്ന് ഉറപ്പിച്ച സംരക്ഷണ ഭിത്തിയാണിത്. പക്ഷേ ഇത് ഈ ഭിത്തിയിൽ നിന്ന് ഇളകി അടർന്ന് മാറി നിൽക്കുകയാണ്. അങ്ങനെ ഏത് നിമിഷവും ഇതും സമാനമായ രീതിയിൽ അപകടത്തിൽ പെടാമെന്നുള്ളതാണ് നാട്ടുകാർ പലതവണ ഇക്കാര്യം പരാതിയായി പറഞ്ഞു വെച്ചിട്ടുണ്ട്. നമുക്ക് ഒപ്പം നാട്ടുകാർ കൂടി ചേരുന്നുണ്ട്. ചേട്ടാ, ഇത് എന്താണ് ശരിക്കും, എങ്ങനെയാണ് ഇത് സംഭവിച്ചതെന്ന് അറിയാം? ഇതിന്റെ തുടക്കം മുതൽ ഇവർ ഈ കായലിൽ നിന്നുള്ള മാലിന്യം അടങ്ങുന്ന മണ്ണാണ് കൊണ്ടുപോയിടുന്നത്. കാരണം അത് മഴ പെയ്യുന്ന സമയത്ത് ഇപ്പുറത്തെ ഈ ചെറിയ റോഡ് മൊത്തം ആ മണ്ണ് ഒലിച്ചു വന്നിട്ട് പിന്നെ ഇവര് തന്നെ JCB കൊണ്ടുവന്ന് കോരി മാറ്റുന്ന ഒരു അവസ്ഥയായിരുന്നു അന്നുണ്ടായിട്ടുള്ളത്. അപ്പൊ അന്നേ ഞങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇങ്ങനെ തള്ളി നിൽക്കുന്നത് കുറെ ദിവസമായി. ഇപ്പൊ കുറച്ച് നാളായിട്ടുണ്ട്. ഞങ്ങളിവിടെ ഇങ്ങോട്ട് പുറത്തോട്ട് വന്നോണ്ടിരിക്കുവോ? തള്ളി ഇങ്ങനെ വന്നിട്ടുണ്ട്. ഇപ്പൊ കൂടി വന്നിട്ടുണ്ട്. ഈ കൊല്ലം കൊട്ടിയിട്ട് വന്ന ഈ പ്രശ്നത്തോടുകൂടിയാണ് നമ്മൾ ഇതിനെക്കുറിച്ച് കൂടുതൽ ശ്രദ്ധിക്കാൻ തുടങ്ങിയത്. അപ്പൊ ഇത് ശ്രദ്ധിച്ചപ്പോഴാണ് കുറച്ചുകൂടെ തള്ളി നിൽക്കുന്നതായിട്ട് ഇവിടെ ഒരു അപകടം നടക്കാൻ സാധ്യത നമുക്കും കാണുന്നുണ്ട്. കാരണം ഇത്രയും തള്ളി നിൽക്കുകയാണ് ഇത്. നോക്കുമ്പോൾ തന്നെ അറിയാം ഇത്. ഇപ്പൊ എന്താ വെച്ചാൽ KSTP പിള്ളേര് ഒക്കെ രാവിലെ 9 മണിക്കോ 5 മണിക്കൊക്കെ ഇവിടെ ബസ് കയറാൻ നിൽക്കുന്ന ഒത്തിരി യാത്രക്കാരുടെ ബസ് സ്റ്റോപ്പാണ്. അരുൺകുമാർ, ഇപ്പുറം ഇവര് ഓട്ടോക്കാരാണ് ഇപ്പൊ സംസാരിച്ചത്. ഇവരുടെ ഓട്ടോ സ്റ്റാൻഡ് നേരത്തെ ഈ ഭാഗത്തായിരുന്നു അവർ വാഹനം നിർത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷേ നിലവിൽ ഈ അപകട സാധ്യത കണക്കിലെടുത്ത് ഓട്ടോ ഇപ്പോൾ മറ്റൊരു സ്ഥലത്തേക്ക്, അതായത് തൊട്ടിപ്പുറത്തേക്ക് മാറ്റിയിരിക്കുകയാണ്. കാരണം ഏത് നിമിഷവും ഇതും ഈ രീതിയിൽ തന്നെ വീഴാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ് നാട്ടുകാർ പറയുന്നത്. എന്തായാലും ഇത് കണ്ടാൽ തന്നെ വ്യക്തമാണ്. ഇതിന്റെ മുകൾ ഭാഗത്ത് കാണുന്നത് പോലെ അതാണ് യഥാർത്ഥത്തിൽ ഈ സംരക്ഷണ ഭിത്തി നിൽക്കേണ്ട പൊസിഷൻ എന്ന് പറയുന്നത്. പക്ഷേ ഈ നടുഭാഗത്തേക്ക് എത്തുമ്പോൾ അത് അതിന്റെ സ്ഥാനം മാറി അത് പുറത്തേക്ക് തള്ളി അപകടകരമായ രീതിയിൽ, അതായത് ഈ ഭിത്തിയിൽ നിന്ന് അടർന്നു നിൽക്കുന്നു എന്നുള്ളതാണ്. തീർച്ചയായും വലിയ വാഹനങ്ങൾ ഉൾപ്പെടെ ഇതുവഴി പോകാൻ തുടങ്ങിയാൽ, നിലവിൽ ഇപ്പോൾ സർവീസ് റോഡ് വഴിയാണ് വാഹനങ്ങളൊക്കെ തന്നെ കടന്നു പോകുന്നത്. ഈ റോഡ് ഉപയോഗപ്രദമായാൽ വലിയ വാഹനങ്ങൾ ഉൾപ്പെടെ പോകുന്ന സാഹചര്യം വന്നാൽ അത് അപകടങ്ങൾ ഉണ്ടാകാനുള്ള വലിയ സാധ്യതയുണ്ട്. എന്തായാലും ഇതുൾപ്പെടെ അധികാരികൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. പ്രത്യേകിച്ച് കഴിഞ്ഞ ദിവസം നമ്മൾ റിപ്പോർട്ട് ചെയ്ത വാർത്തയായിരുന്നു ആലപ്പുഴയിൽ ദേശീയപാത നിർമ്മാണത്തിൽ ചെളിമണൽ ഉപയോഗിക്കുന്നു എന്നുള്ള വാർത്ത. അത്തരത്തിൽ അതുകൊണ്ട് തന്നെ ആ രീതിയിൽ സമാനമായ രീതിയിൽ ഈ കായലിൽ നിന്നുള്ള ചെളി കലർന്ന മണലാണ് ഇവിടെയും ഉപയോഗിച്ചിട്ടുള്ളത്. അതൊക്കെ തന്നെ ആവാം ഒരുപക്ഷെ ഇത്തരത്തിലൊരു പ്രതിസന്ധിക്ക് കാരണമെന്നുള്ളതാണ് നാട്ടുകാരും പറഞ്ഞു വെക്കുന്നത്. നിലവിലെന്തായാലും ഈ ചെളിമണൽ ഉപയോഗിക്കുന്ന അടക്കമുള്ള കാര്യങ്ങളിൽ പരിശോധന നടത്തുമെന്ന് ജില്ലാ കളക്ടർ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. ഓക്കെ, താങ്ക് യു. ശരത്താണ് വിവരങ്ങൾ നൽകിയത്.